പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തീർത്തും കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ നിരാശ നൽകിയ ഒരു സീസൺ തന്നെയായിരുന്നു ISL 10ാം സീസൺ. ഈ ഒരു സീസണിലും പരിക്ക് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായി മാറിയിട്ടുണ്ടായിരുന്നത്. ടീമിലെ പ്രധാന താരങ്ങൾക്കൊക്കെ പരിക്കേറ്റതുകൊണ്ട് തന്നെ ഒരുപാട് മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയായിരുന്നു. ഇന്നലത്തെ മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലപോലെ കളിച്ചെങ്കിലും ഭാഗ്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് സുവർണ അവസരങ്ങളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നലത്തെ മത്സരത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഇവാൻ ഉക്കമാനോവിച്ച് ചില കാര്യമൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കോച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: തന്റെ കോച്ചിങ് കരിയറിൽ തീർത്തും ബുദ്ധിമുട്ടേറിയ ഒരു സീസൺ ഇത് തന്നെയായിരുന്നു. ടീമിലെ പ്രധാന താരങ്ങൾക്കൊക്കെ പരിക്കേറ്റത് കൊണ്ട് തന്നെ കാര്യങ്ങളൊന്നും തന്റെ കൺട്രോളിലായിരുന്നില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു ഈ ഒരു സീസണിൽ തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഒരു മത്സരത്തിൽ പോലും തനിക്ക് ഫുൾ സ്ക്വാഡ് ഇറക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇന്നലത്തെ മത്സരത്തിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിലും താരങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കാത്തതിൽ കോച്ചിന് വലിയൊരു നിരാശയുണ്ട്. ടീമിലെ ഒരുപാട് താരങ്ങൾ കളിക്കാതെ പോയ ഒരു സീസണിൽ ടീമിലെ യുവ താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിൽ കോച്ചിന് സന്തോഷമുണ്ട്. ഇന്നലത്തെ മത്സരത്തിന് ശേഷം അടുത്ത സീസണിൽ തങ്ങൾ ശക്തരായി തിരിച്ചു വരുമെന്ന് കോച്ച് ആരാധകർക്ക് വാക്ക് നൽകിയിരുന്നു. അടുത്ത സീസണിലെങ്കിലും ടീമിലെ പ്രധാന താരങ്ങൾക്ക് പരിക്ക് വരാതിരുന്നാൽ മതിയായിരുന്നു എന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ ആഗ്രഹം. മാത്രമല്ല അടുത്ത സീസണിൽ ഡിമി, ലൂണ, പെപ്ര എന്നീ പ്ലേയേഴ്സൊക്കെ ഉണ്ടാകുമെന്ന സൂചനയും കോച്ച് നൽകിയിരുന്നു. അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ശക്തരായി തന്നെ തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.